ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. ഇത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. ഒരു കുക്കർ എടുത്ത് വെച്ച് അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മുടെ മസാലകളായ ഈ കറുകപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇവയൊക്കെ ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യമായ ഫ്ലേവറിനനുസരിച്ചുള്ള കറുകപ്പട്ടയും ഗ്രാമ്പും തക്കോലും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ചേർക്കുക. ഒരു 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ സവാള മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ സവാള നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഞാൻ കുറച്ച് അരിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 കപ്പ് റൈസാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഈ പച്ചക്കറിയൊക്കെ നമ്മൾ ഇതിൻ്റെ അതായത് ക്യാരറ്റും ബീൻസും ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച ആ ഒരു ഇത് മാറിയാൽ മതി. മറ്റേ നമ്മൾ സാധാരണ ഈ വറുത്തിടുന്ന ആ ഒരു ഇതിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഈ പച്ചക്കറിയും ഈ സവാളയെല്ലാം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നും സെപ്പറേറ്റ് വറുത്തിടുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇടണം കേട്ടോ. കാരണം മുന്തിരിങ്ങയ്ക്കകത്ത് നല്ല അഴുക്കൊക്കെ ഉള്ളതാണ്. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഇതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിന് ശേഷം കുറച്ച് മസാലപ്പൊടികളാണ് ചെയ്യുന്നത്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനെ അതിനാവശ്യമായ അളവിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പുളി രസം കിട്ടും. അത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു സഹായിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന അളവിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം മൊത്തത്തിൽ അങ്ങ് ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടി 4.5 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് നല്ലതായിട്ട് മുന്നോട്ട് തന്നെ നിൽക്കണം. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇടാം. കുതിർത്ത് വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ ഈ അരിയേക്കായാലും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണോ വെള്ളം എന്നൊന്ന് ശ്രദ്ധിക്കാം. ആ രീതിയിൽ നോക്കിയാലും നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ശേഷം നമുക്ക് ഒരു അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത് സഹായിക്കും. ഇതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. നല്ല ആവിയെല്ലാം പോയതിന് ശേഷമാണ് ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് പോയതുമില്ല, നന്നായിട്ട് വെന്തിട്ടും ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. നമ്മുടെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ കുക്കറിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ കേട്ടതിന് ശേഷം ഓഫാക്കി ആ ഒരു ആവി പോകുന്ന വരെ നമ്മൾ അങ്ങനെ വെച്ചിരുന്നിട്ട് അതിന് ശേഷം എടുത്ത് നോക്കുമ്പോഴാണ് കറക്റ്റ് അതൊരു വേവിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഒരു ഗസ്റ്റൊക്കെ വന്നാലും നമ്മുടെ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായാലും നമുക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായാലും വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നമ്മളല്ലാതെ സെപ്പറേറ്റ് ഓരോന്നൊക്കെ ചെയ്യുന്നതിന് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുക്കറിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് ഇതങ്ങനെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒരു സ്റ്റിക്കായിട്ടിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നന്നായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. പലരും ഇത് ചെയ്യാറുണ്ട്. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കണം. പിന്നീട് നമ്മൾ ഈ രീതിയിൽ തന്നെ ബിരിയാണിയൊക്കെ വെക്കൂ. ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മല്ലിയിലയും പുതിനയിലയും പിന്നെ 1-2 തുള്ളി എസൻസ് ഒക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. സെപ്പറേറ്റ് നമുക്ക് ഇറച്ചി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് നമുക്കിത് കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കുക്കറിൻ്റെ കൂടെ തന്നെ ഈ ഒരു മസാലയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്കതൊരു ദം ബിരിയാണി അങ്ങനെ ആ ഒരു ഇതിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും.